IPL ക്വാളിഫയർ 2 ഇന്നലെ അവസാനിച്ചപ്പോൾ വിജയത്തോടെ പഞ്ചാബ് ഫൈനലിലേക്ക് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ മത്സരത്തിൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ടോസ് നേടിയ പഞ്ചാബ് ബൗളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ തന്നെ ടോസ് എന്ന അഡ്വാൻറ്റേജ് ശ്രേയസിന് കിട്ടിയിരുന്നു. ഈ സീസണിൽ അഹമ്മദാബാദിൽ നടന്ന എല്ലാ നൈറ്റ് ഗെയിമിലും ചേസിംഗ് ടീമായിരുന്നു ജയിച്ചത്. രോഹിത് 3-ാം ഓവറിൽ തന്നെ പുറത്തായപ്പോൾ തിലകിനെ ആദ്യമായി ഈ സീസണിൽ അദ്ദേഹത്തിന്റെ പ്രോപ്പർ ബാറ്റിംഗ് പൊസിഷനിലേക്ക് MI കൊണ്ടുവന്നിരുന്നു. തെലുഗും ബെയർസ്റ്റോയും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയതോടെ പവർ പ്ലേയിൽ 65 MI നേടിയത്. 7-ാം ഓവറിൽ ബെയർസ്റ്റോ പുറത്തായപ്പോൾ സൂര്യ വന്ന മറ്റൊരു പാർട്ണർഷിപ്പ് ബിൽഡായി. ഒരു 220-230 റേഞ്ച് സ്കോർ ഒരു ഘട്ടത്തിൽ തോന്നിച്ചപ്പോഴായിരുന്നു തുടർച്ചയായ 2 പന്തിൽ സെറ്റ് ബാറ്റേഴ്സായ സൂര്യയും തിലകും പോയി ഒരു ചെറിയ സ്ലോ ഡൗൺ MI ബാറ്റിംഗിൽ വന്നത്. അധികം വൈകാതെ ഹാർദിക്കും പോയെങ്കിലും നമൻദീർ ഒരിക്കൽ കൂടി ഫിനിഷിംഗ് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് MIയെ 203-6 എന്ന നിലയിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ്സ് ടോട്ടൽ 221 ആയ ട്രാക്കിലായിരുന്നു മുംബൈ 203 മാത്രം നേടിയത്. സൂര്യകുമാർ യാദവ് ഔട്ടായി പുതിയൊരു ബാറ്റർ ക്രീസിൽ വന്ന ഉടനെ തന്നെ തിലക് ഒരു ബിഗ് ഷോട്ട് കളിച്ച് ഔട്ടായതാണ് മെയിനായി മുംബൈയെ പ്രതികൂലമായി ബാധിച്ചത്. കുറച്ചുകൂടി സെൻസിബിളായി റെസ്പോൺസിബിലിറ്റി തിലക് അവിടെ ഏറ്റെടുക്കണമായിരുന്നു എന്ന് തോന്നിച്ചിരുന്നു. പഞ്ചാബിനെ നോക്കിയാൽ അവരുടെ ബൗളിംഗ് സ്ട്രാറ്റജി ആയിരുന്നു ഇംപ്രസീവായി തോന്നിയത്. വിജയകുമാർ വൈശാഖും കൈൽ ജെമീസണും ഇൻടു ദ വിക്കറ്റിലേക്ക് ഓഫ് കട്ടേഴ്സ് നന്നായി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഷോർട്ട് ലെങ്ത്തിൽ വന്ന ആ പന്തുകൾ ഒരുപാട് മിസ് ടൈംഡ് ഷോട്ട് മത്സരത്തിൽ വരുത്തുന്നുണ്ടായിരുന്നു. ഹാർദിക്കിന്റെ വിക്കറ്റ് ഇതിന്റെ എക്സാമ്പിൾ ആയിരുന്നു. സോ പെട്ടെന്ന് തന്നെ പിച്ചിൽ ഏത് ലെങ്താണ് വേണ്ടത് എന്ന് കറക്റ്റായി മനസ്സിലാക്കി അതിനുവേണ്ടിയ ബൗളിംഗ് ആയിരുന്നു പഞ്ചാബ് നടത്തിയത്. ശ്രേയസിന്റെ ബൗളിംഗ് ചേഞ്ചുകളും എടുത്തു പറയേണ്ട ഒന്നായിരുന്നു. 3-ാം ഓവറിൽ സ്റ്റോയിനസിനെ കൊണ്ടുവന്നത് ഒരുപാട് പേരെ സർപ്രൈസ് ചെയ്യിപ്പിച്ച ഒരു നീക്കമായിരുന്നു. പക്ഷേ കറക്റ്റായി സ്റ്റോയിനസിനെ തന്നെ അറ്റാക്ക് ചെയ്യാൻ രോഹിത് നോക്കിയപ്പോൾ താരത്തിന്റെ വിക്കറ്റ് അവിടെ കിട്ടിയിരുന്നു. ഹൈറ്റുള്ള ജെയ്മിസിനെ കൊണ്ട് നേരത്തെ തന്നെ ഓഫ് കട്ടേഴ്സ് റീച്ച് ഫിനിഷ് ചെയ്യിച്ചതും ഒമർസായെ ബാക്ക് എൻഡിലേക്ക് കൊണ്ടുവന്നതും ശരിക്കും എഫക്റ്റീവ് ആയിരുന്നു. സോ ഓവറോളായി ഈ ട്രാക്കിൽ 203-ന് മുംബൈയെ പിടിച്ചു കിട്ടിയത് വളരെ നല്ല ഒരു എഫേർട്ട് തന്നെയാണ്. മറുപടി ബാറ്റിംഗിലേക്ക് വന്നാൽ പ്രഭ്സിമ്രാനും പ്രിയാൻ ഷാരിയും പവർ പ്ലേക്കുള്ളിൽ തന്നെ പോയപ്പോൾ ജോഷ് ഇംഗ്ലീഷാണ് അറ്റാക്ക് ഏറ്റെടുത്തത്. ബുംറ ഒരു ഓവറിൽ 20 അടിച്ച് MIയെ ഞെട്ടിച്ച ഇംഗ്ലീഷ് 64-2 എന്ന നിലയിലേക്ക് പഞ്ചാബിനെ എത്തിച്ചു. എന്നാൽ തൊട്ടടുത്ത ഓവറിൽ താരം പുറത്തായത് ഗെയിം ശരിക്കും ടൈറ്റ് ആക്കുമെന്ന് തോന്നിച്ചു. എന്നാൽ നേഹൽ വധേര വന്ന് ശ്രേയസിന് കമ്പനി കൊടുത്തതോടെ പിന്നെ മുംബൈക്ക് കാര്യമായി അടവുകളൊന്നും മത്സരത്തിൽ ചെയ്യാനുണ്ടായിരുന്നില്ല. ബോൾട്ട് നഷ്ടപ്പെടുത്തിയ വധേരയുടെ ഒരു ക്യാച്ചും ഡീപ്പ് മിഡ് വിക്കറ്റിൽ നമൻദീർ കയറി നിന്നപ്പോൾ മിസ്സായ ഒരു ക്യാച്ച് ഓപ്പർച്യൂണിറ്റിയും മുംബൈയെ ഇവിടെ ശരിക്കും പിന്നോട്ട് വലിച്ചു. 84 റൺസിന്റെ പാർട്ണർഷിപ്പ് കൂട്ടിച്ചേർത്താണ് വധേര പുറത്തായത്. പക്ഷേ അപ്പോഴേക്കും ശ്രേയസ് ഒറ്റയ്ക്ക് ഗെയിം ഫിനിഷ് ചെയ്യാനുള്ള മൂഡിലേക്ക് എത്തിയിരുന്നു. 12 പന്തിൽ 23 ഇക്വേഷൻ വന്നപ്പോൾ ആ ഓവറിൽ തന്നെ 26 അടിച്ച് ശ്രേയസ് ഗെയിം തീർത്തു. 11 വർഷത്തിന് ശേഷമായിരുന്നു പഞ്ചാബ് ഫൈനലിലേക്ക് എത്തിയത്. മുംബൈയെ നോക്കിയാൽ ബിലോ ആവറേജ് ക്യാപ്റ്റൻസി മാത്രമാണ് ഹാർദിക്കിന്റെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചത്. മിച്ചൽ സാർണർ 2 ഓവർ മാത്രം മത്സരത്തിൽ എറിഞ്ഞപ്പോൾ വെറും 2 ഓവറിലായിരുന്നു പഞ്ചാബ് ഉപയോഗിച്ചതുപോലെ സ്ലോ ബോൾ കട്ടറുകൾ MI ഉപയോഗിക്കാൻ ശ്രമിച്ചത്. അതും പവർ പ്ലേ കഴിഞ്ഞ ഹാർദിക് മാത്രമായിരുന്നു അതിനുവേണ്ടി തുനിഞ്ഞത്. ഹാർദിക്കിന്റെ ആദ്യ ഓവറിൽ ഇംഗ്ലീഷിന്റെ വിക്കറ്റും കിട്ടിയിരുന്നു. എന്നാൽ നെക്സ്റ്റ് ഓവറിൽ ഹാർദിക്കിനെതിരെ 17 അടിച്ചതോടെ ഹാർദിക്കും പിന്നെ പന്തെറിഞ്ഞില്ല. ആ പ്ലാനും പിന്നെ കണ്ടില്ല. ജസ്റ്റ് ലെങ്ത് പന്തുകൾ തന്നെ തലങ്ങും വിലങ്ങും എറിഞ്ഞ് അടി വാങ്ങുകയാണ് മുംബൈ ചെയ്തത്. ഓൾറെഡി ഒരു ടീം ഈ ട്രാക്കിൽ സക്സസ്ഫുള്ളായി ചെയ്ത ഒരു പ്ലാൻ ഓരോവർ അടി കിട്ടിയെന്ന് കരുതി മാറ്റണമായിരുന്നു എന്ന് കളി കണ്ടപ്പോൾ തോന്നിച്ചിരുന്നു. കാരണം അർഷദീപ് 2 ഓവറിൽ 27 കൊടുത്തിട്ടും പഞ്ചാബ് അവരുടെ പ്ലാൻ അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തത്. സോ ചുരുക്കി പറഞ്ഞാൽ മുംബൈക്ക് സ്വന്തമായ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. ജസ്റ്റ് പഞ്ചാബ് ചെയ്തത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി പന്തെറിഞ്ഞു. അതായിരുന്നു അവരുടെ ബൗളിംഗ് സമ്മറി. ഒപ്പം 200-ന് മുകളിലെടുത്തിട്ട് ആദ്യമായിട്ടാണ് മുംബൈ കളി തോറ്റത്. ഏറ്റവും അവസാനമായ മത്സരത്തിന്റെ സ്കോർ കാർഡ് നോക്കിയാൽ ടോസ് രക്ഷപ്പെട്ട ബാറ്റിംഗിന് ഇറങ്ങിയ മുംബൈ സൂര്യ, നമൻദീർ, തിലക് എന്നിവരുടെ പിൻബലത്തിൽ 203 നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ ശ്രേയസ്, വധേര, ജോഷ് ഇംഗ്ലീഷ് എന്നിവരുടെ പിൻബലത്തിൽ 5 വിക്കറ്റിന് മത്സരം പഞ്ചാബ് ജയിക്കുകയാണ് ചെയ്തത്.